ഇടുക്കി ഡാം. ഇടുക്കിയെ മനോഹരിയാക്കുന്നതിന് കൂടുതൽ പങ്കും വഹിക്കുന്നത് ഇടുക്കി ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഈ റിസർവോയർ ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കമാന അണക്കെട്ടാണിത്. 1976 ഫെബ്രുവരി 12 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 839 മീറ്റർ ഉയരമുള്ള കുറവൻ മലയെയും 925 മീറ്റർ ഉയരമുള്ള കുറത്തിമലയെയും കൂട്ടിയിണക്കി 555 അടി ഉയരത്തിൽ പെരിയാറിന് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡാമിനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പലർക്കും അറിവുള്ളതായതിനാൽ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് ഇപ്പോഴത്തെ ആർച്ച് ഡാമിൻ്റെ സ്ഥാനം. ഇടത്ത് കുറവൻ മലയും വലത്ത് കുറത്തിമലയും. കോഫർ ഡാമും അതിൻ്റെ ഇരുവശത്തായി ഡൈവേർഷൻ ടണലും കാണാം. ഈ ചിത്രം 1968 ഫെബ്രുവരി 15 പകർത്തിയത്. ഈ കാണുന്നത് ചെറുതോണിയിൽ സ്ഥാപിച്ചിരുന്ന ബാച്ചിങ് പ്ലാന്റ്. 1968 ജൂലൈ മാസം 23 പകർത്തിയത്. ഇതായിരുന്നു ഡാമിനാവശ്യമായ കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കാനായി അന്ന് ഉപയോഗിച്ചിരുന്ന ബാച്ചിങ് പ്ലാന്റ്. ഈ കാണുന്നത് ഹെഡ്മാസ്റ്റ് ലൈറ്റുകളാണ്. ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ രാത്രിയിൽ വെളിച്ചത്തിനായി ചെറുതോണിയിൽ സ്ഥാപിച്ചിരുന്ന ഹെഡ്മാസ്റ്റ് ലൈറ്റുകളാണ്. 1968 ജൂലൈ 23 പകർത്തിയ മറ്റൊരു ചിത്രം. ഇത് ഇടുക്കിയിൽ സ്ഥാപിച്ചിരുന്ന മറ്റൊരു ബാച്ചിങ് പ്ലാന്റാണ്. 1968 ജൂലൈ 23 പകർത്തിയ ചിത്രം. ഈ കാണുന്നതാണ് ഇടുക്കിയിലെ കൂളിംഗ് പ്ലാന്റ്. 1968 ചെറുതോണിയിൽ സ്ഥാപിച്ചിരുന്ന ഹെഡ്മാസ്റ്റ് ലൈറ്റുകളാണ്. 1968 ജൂലൈ 23 പകർത്തിയ മറ്റൊരു ചിത്രം. ഇത് ഇടുക്കിയിൽ സ്ഥാപിച്ചിരുന്ന മറ്റൊരു ബാച്ചിങ് പ്ലാന്റാണ്. 1968 ജൂലൈ 23 പകർത്തിയ ചിത്രം. ഈ കാണുന്നതാണ് ഇടുക്കിയിലെ കൂളിംഗ് പ്ലാന്റ്. 1968 ജൂലൈ 23 പകർത്തിയ മറ്റൊരു ചിത്രമാണിത്. ഇതേ ദിവസം തന്നെ പകർത്തിയ മറ്റൊരു ചിത്രമാണിത്. ഇത് ഇടുക്കിയിലെ ക്വാറി പ്ലാന്റ് ആണ്. ഡാമിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ പാറകളും മറ്റു വസ്തുക്കളും ഈ ക്വാറിയിൽ നിന്നാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നത് ഇടുക്കിയിൽ സ്ഥാപിച്ചിരുന്ന സാൻഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്. ഡാമിൻ്റെ നിർമ്മാണ ആവശ്യത്തിനായി മണ്ണും മറ്റു വസ്തുക്കളും പ്രോസസ്സ് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന പ്ലാന്റാണിത്. 1968 ഒക്ടോബർ 21 പകർത്തിയ ചിത്രമാണിത്. ഇടുക്കി ഡാമിൻ്റെ നദീതട ജോലികൾ പുരോഗമിക്കുന്നതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇത് പകർത്തിയിരിക്കുന്നത് 1968 ഡിസംബർ 20 ഈ കാണുന്നത് ഇടുക്കിയിലെ ബാച്ചിങ് പ്ലാന്റും കോൺക്രീറ്റ് നീക്കുന്നതിനുള്ള വഴികളുമാണ്. ഈ ചിത്രം പകർത്തിയിരിക്കുന്നത് 1969 ഫെബ്രുവരി 15 ഈ കാണുന്നതും മറ്റൊരു ബാച്ചിങ് പ്ലാന്റ് ആണ്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ചെറുതോണിയിലാണ്. ചെറുതോണി ഡാം ജനുവരി 13 പകർത്തിയ ചിത്രം. ഇത് ഇടുക്കി ഡാമിൻ്റെ നദീതട കോൺക്രീറ്റ് ജോലികൾ പുരോഗമിക്കുന്നതിൻ്റെ ചിത്രമാണ്. ഇത് പകർത്തിയത് 1900 ചെറുതോണി ഡാമിൻ്റെ പണികൾ നദീതടത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യമാണ്. 1970 ഏപ്രിൽ 24 പകർത്തിയ മറ്റൊരു ചിത്രമാണ്. ചെറുതോണി നദീതടത്തിലെ ചിപ്പിംഗ് ജോലികൾ പുരോഗമിക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 1970 ഏപ്രിൽ
22-ാം തീയതി പകർത്തിയ ചിത്രമാണ്. പെരിയാറിൻ്റെ താഴെ നിന്നുള്ള ദൃശ്യമാണ്. ഇടുക്കി ഡാമിൻ്റെ പണികൾ നടക്കുന്നു. പെരിയാറിനെ വഴിതിരിച്ചു വിടാൻ കുറവൻ മലയിൽ നിർമ്മിച്ച തുരങ്കത്തിൻ്റെ ബഹിർഗമന ഭാഗം വലതുവശത്ത് ദൃശ്യമാണ്. 1970 ഏപ്രിൽ 24-ാം തീയതി പകർത്തിയ ചിത്രമാണ്. ഈ കാണുന്നത് ചെറുതോണി ഡാമിൻ്റെ കോൺക്രീറ്റ് ജോലികളാണ്. കൺവെയർ ബെൽറ്റ് വഴി എത്തുന്ന വലിയ ബക്കറ്റിൽ നിന്നും മെറ്റീരിയൽ വീഴ്ത്തുന്നു. ഈ ചിത്രം പകർത്തിയത് 1970 മെയ് 12-ാം തീയതിയാണ്. ചെറുതോണി നദീതടത്തിൽ പണികൾ പുരോഗമിക്കുന്നതിൻ്റെ ചിത്രമാണിത്. 1970 മെയ് 12-ന് പകർത്തിയ ചിത്രമാണ്. ചെറുതോണി അണക്കെട്ടിൻ്റെ പണികളുടെ മറ്റൊരു ദൃശ്യം 1970 ജൂൺ 14-ാം തീയതി പകർത്തിയത്.